നിങ്ങൾ ആരാണ്? അല്ല ചേട്ടാ, ഇതിപ്പോ നിയമപരമായി തുറക്കാൻ ഇത് 10 മണിക്കൂറോളമായി. പറയൂ നമ്മുടെ ചെറുപ്പക്കാരോട്. നിയമപരമായി തുറക്കാൻ ബാങ്ക് അധികൃതർ തയ്യാറാണെന്ന് നിങ്ങളോട് പറയൂ. നിയമപരമായി തുറക്കാൻ ഇവിടുത്തെ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണിത്. ബാങ്ക് ഈ പൂട്ട് തല്ലിപ്പൊളിക്കുകയാണിത്. ഇതൊക്കെ പണ്ടേ ശ്രീനിവാസൻ സന്ദേശം എന്ന് പറഞ്ഞ സിനിമയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അയാളെ രക്തസാക്ഷിയാക്കാൻ വേണ്ടിയിട്ട് പാർട്ടിക്കാർ പരസ്പരം മത്സരമാണ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു കുടുംബം ജപ്തി മൂലം പുറത്താക്കപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ പണം അടയ്ക്കാമെന്ന് സുരേഷ് ഗോപി ഏറ്റു. സുരേഷ് ഗോപി ഏറ്റു കഴിഞ്ഞപ്പോൾ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. അതെ, ഡിവൈഎഫ്ഐ ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, രണ്ടുപേരും ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. സമ്മതിക്കണം കേട്ടോ ഇവരെ. ഇപ്പോഴും ഈ ഡിവൈഎഫ്ഐയും ഈ യൂത്ത് കോൺഗ്രസും കാണിക്കുന്ന ഈ നാടകം വിശ്വസിക്കുന്ന പാർട്ടി പ്രവർത്തകരുണ്ടോ? നമ്മളെപ്പോലെ സാധാരണ മനുഷ്യർക്ക് എന്താ മനസ്സിലാകുന്നത്? ഇത് പ്രഹസനമാണെന്ന് പിടികിട്ടും. പക്ഷേ ഏതെങ്കിലും ഒരു ഡിവൈഎഫ്ഐക്കാരനോ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരനോ ഇത് പ്രഹസനമാണോ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, വെറുതെ മനുഷ്യനെ നാണം കെടുത്താമെന്ന് ആരെങ്കിലും പറയുമോ? ഒരുത്തനും പറയത്തില്ല. ഇവരൊക്കെ തലച്ചോറ് എവിടെ കൊണ്ട് വെച്ചിരിക്കുവാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നാണമില്ലല്ലോ വല്ലവൻ്റെയും കൊച്ചിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മത്സരിക്കുന്നത്. ആ പാവം വീട്ടുകാർ വെളിയിലിരിക്കുകയാണ്. ഞങ്ങളാണ് ചെന്നിട്ട് ആ പൂട്ട് ഇടിച്ച് കുത്തി തുറന്ന് ഇവരെ അകത്ത് കയറ്റിയെന്ന് വരുത്തി തീർക്കണം. ഇതല്ലേ പരിപാടി? ഞങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇടപെട്ടു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ, അല്ല വേറെ കഥയൊന്നുമില്ലല്ലോ. ആ പൂട്ട് ഇടിച്ച് പൊളിച്ച് കളഞ്ഞു. ഇനിയിപ്പോൾ അത് ആ വീട്ടുകാർ തന്നെ ഉണ്ടാക്കണ്ടേ? നമ്മുടെ വീട്ടിലുള്ള വിഷമം പോലെ ഞങ്ങളുണ്ട്. ഉള്ള പലിശക്കാരന്റെ ഈ തെറ്റൂരും ധിക്കാരും ഇവിടെ നടപ്പിലാക്കാൻ പറ്റൂല. ഇവര് എവിടെ ഇറങ്ങി പോകും? ഇവർക്ക് പോവാൻ സ്ഥലമില്ല. ഞങ്ങൾ കൂടെ ഉണ്ട്. ഒരു വിട്ടുവീഴ്ച ഞങ്ങൾ ചെയ്യൂല. ഒരിടത്തേക്കും നിങ്ങൾ പോവാൻ ഞങ്ങൾ കൂടെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട സംഭവം ഈ നെടുമങ്ങാട് ഉഴമലയ്ക്കൽ ഉള്ളത് അറിഞ്ഞ് നമ്മളെ ഡിവൈഎഫ്ഐക്കാരും മറ്റ് ആളുകളും എല്ലാം ഓടി വരികയാണ്. നമ്മളെ ഡിവൈഎഫ്ഐക്കാരും എല്ലാവരും ഓടി വരികയാണ്. അത് പ്രത്യേകം എടുത്തു പറയണം കേട്ടോ. ഡിവൈഎഫ്ഐ നിങ്ങളെയൊന്നും ഈ സ്ത്രീ രണ്ട് മക്കളല്ലേ, 2 മക്കള്, ഒരാള് 10ാം ക്ലാസ്സിൽ, 2 മക്കളെയും. സത്യം പറഞ്ഞാൽ ഇതാണ് ശരി. ഈ ഡിവൈഎഫ്ഐ കാണിക്കുന്നതാണ് 100% ശരി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടുകാർക്ക് ഇതുപോലുള്ള പ്രഹസനങ്ങളാണ് വേണ്ടത്. അല്ലാതെ കണ്ട് പ്രവർത്തിക്കുന്നവരെ നമ്മുടെ നാട്ടുകാർക്ക് ഇഷ്ടമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സുരേഷ് ഗോപി. ഇപ്പം മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി എത്ര രൂപ മുടക്കിയിട്ടും വല്ല കാര്യമുണ്ടോ? സുരേഷ് ഗോപി ഇപ്പോഴും സ്വന്തം കയ്യിൽ നിന്ന് വ്യക്തിപരമായിട്ടുള്ള രീതിയിലും അല്ലാതെയും പട്ടികവർഗ്ഗക്കാർക്ക് വേണ്ടി ആദിവാസികൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ സുരേഷ് ഗോപിക്ക് വല്ല കാര്യമുണ്ടോ? അല്ല, ഇതുകൊണ്ട് സുരേഷ് ഗോപിക്ക് വല്ല പ്രയോജനമുണ്ടോ? കുറ്റപ്പെടുത്തലുകൾ മാത്രമല്ലേ ഉള്ളൂ. അതേസമയം ഇതുപോലെ ഡിവൈഎഫ്ഐനെ പോലെയോ അല്ലെങ്കിൽ വേടനെ പോലെയോ ചുമ്മാ കുറേ പാട്ടും പാടി നടക്കണം. ഈ വേടനെ പോലുള്ളവരെന്താ ചെയ്യുന്നത്? ഞാൻ ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഏതാണ്ട് പ്രവർത്തിക്കാൻ പോകുന്നു, ഞാൻ ഇതാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാട്ടും പാടി നടക്കുന്ന അല്ലാതെ ഇയാളൊക്കെ എന്ത് മാങ്ങാ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. കുറേ പാട്ട് പാടി ഇങ്ങനെ നടക്കുന്നു. ആൾക്കാർ ഇതെല്ലാം കേട്ടിട്ട് കോൾമയിൽ കൊള്ളുന്നു. അല്ലാതെ എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ പ്രവർത്തിച്ച് നടക്കുന്ന സുരേഷ് ഗോപിയോ തെറിവിളിയും ചീത്തവിളിയും കളിയാക്കലും മാത്രം. ഇപ്പോൾ ഈ യോഗാ ദിനത്തോടനുബന്ധിച്ച് സുരേഷ് ഗോപി യോഗ ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് ഇപ്പം ബോഡി ഷേമിങ്ങിൻ്റെ അങ്ങേറ്റ വയറ് ചാടിക്കിടക്കുന്നു. ആരാണ്ടെല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ഏതാണ്ടെല്ലാം പരിപാടികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര നന്മ ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. ഇതുപോലെ എന്തെങ്കിലും ഊളത്തരം കാണിച്ച് നടന്നോ? ഒരു കുഴപ്പമില്ല. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ അതാണ്.